നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അടുത്ത ദിവസങ്ങളിൽ രൂപപ്പെട്ടിരിക്കുന്ന വളരെ നിർണായകമായ, അതേസമയം വലിയൊരു പുകമറ സൃഷ്ടിച്ചു നിർത്തിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ നീക്കത്തെക്കുറിച്ചാണ്. പാർലമെന്റ് സമ്മേളനം ഡൽഹിയിൽ കൊടുമ്പിരി കൊള്ളുമ്പോൾ മാധ്യമങ്ങളിലും ജനങ്ങൾക്കിടയിലും ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ശ്രീ അമിത് ഷാ പാർലമെന്റ് സഭയിൽ എത്തുന്നില്ല? പ്രതിപക്ഷം നിരന്തരമായി ബഹളം വയ്ക്കുന്നു, പാർലമെന്റിന്റെ ഇരുസഭകളും സ്തംഭിക്കുന്നു. എന്നിട്ടും ആഭ്യന്തരമന്ത്രി എന്തുകൊണ്ട് സഭയിലേക്ക് വരുന്നില്ല? ഈ കാണാതാവലിന് പിന്നിൽ നമ്മൾ കാണാത്ത ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഹിഡൻ അജണ്ടയുണ്ടോ? അതാണ് ഇന്ന് നമ്മൾ വിശദമായി വിശകലനം ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ പറയട്ടെ, അമിത് ഷാ വെറുതെ മാറി നിൽക്കുന്നതല്ല. നിലവിലെ പാർലമെന്റ് സമ്മേളനം ഓഗസ്റ്റ് 13 അവസാനിക്കേണ്ടതാണ്. സഭയുടെ കാലാവധി വീണ്ടും നീട്ടിയേക്കുമെന്ന് കേട്ടിരുന്നെങ്കിലും നിലവിലെ വിവരമനുസരിച്ച് 13 തന്നെ അത് അവസാനിക്കാനാണ് സാധ്യത. എന്നാൽ ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ രാജ്യത്തെ ദൂരവ്യാപകമായി ബാധിക്കുന്ന ചില നിർണായക നിയമനിർമ്മാണങ്ങൾക്കും ഭരണഘടനാ ഭേദഗതികൾക്കും കളമൊരുങ്ങുകയാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് FCRA ഭേദഗതി. വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ഫണ്ടുകളെയും സഹായങ്ങളെയും കർശനമായി നിയന്ത്രിക്കുന്ന ഒന്നാണിത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രൈസ്തവ സഭാ പ്രതിനിധികൾ അമിത് ഷായെ നേരിട്ട് കണ്ട് തങ്ങളുടെ ആശങ്കകൾ പ്രകടിപ്പിച്ചിരുന്നു. കാരണം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായ നാഗാലാൻഡ്, മിസോറാം, മണിപ്പൂർ തുടങ്ങിയ ഇടങ്ങളിലെ നിരവധി ചാരിറ്റബിൾ സംഘടനകൾക്കും സഭാ സ്ഥാപനങ്ങൾക്കും വിദേശ ഫണ്ട് ലഭിക്കുന്നുണ്ട്. പുതിയ നിയമപ്രകാരം ഈ സംഘടനകൾക്ക് FCRA രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ സസ്പെൻഡ് ചെയ്യപ്പെട്ടാലോ എന്ത് സംഭവിക്കും? അവർ ഉണ്ടാക്കിയെടുത്ത ആശുപത്രികൾ, സ്കൂളുകൾ, അനാഥാലയങ്ങൾ, ആസ്തികൾ ഇവയെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക അതോറിറ്റിയുടെ അധീനതയിലാകും. അതായത് ഈ വിദേശ ഫണ്ട് അക്കൗണ്ടുകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് പൂർണ്ണമായും നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും സാധിക്കും. ചുരുക്കത്തിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ മുന്നോട്ടു പോകണമെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെയോ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെയോ ദയ വേണമെന്ന അവസ്ഥ വരും. എന്നാൽ ഇപ്പോൾ സഭയിൽ പ്രതിപക്ഷം വലിയ പ്രതിഷേധമുയർത്താൻ കാരണം ഇത് മാത്രമല്ല. ജൂലൈ 20 ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേരെ നടന്ന കടുത്ത അടിച്ചമർത്തലാണ്. പ്രക്ഷോഭകരെ നേരിടാൻ പോലീസും സുരക്ഷാ ഏജൻസികളും ഉപയോഗിച്ച മാർഗങ്ങൾ, ആണിതറച്ച ബാരിക്കേഡുകൾ, പെല്ലറ്റ് തോക്കുകൾ, ഇതൊന്നും ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ അറിവോ നിർദ്ദേശമോ ഇല്ലാതെ നടക്കില്ല എന്നാണ് പ്രതിപക്ഷം ശക്തമായി ആരോപിക്കുന്നത്. പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നേരിട്ട് പറഞ്ഞു, അമിത് ഷാ തത്സമയം ഫോണിലൂടെ ഇതിനായി നിർദ്ദേശം നൽകുന്നത് താൻ കേട്ടുവെന്ന്. ഇതോടെ പ്രതിപക്ഷം ഒന്നടങ്കം ചോദിക്കുകയാണ്, ക്രമസമാധാന പാലനത്തിന്റെ ഉത്തരവാദിത്തമുള്ള ആഭ്യന്തരമന്ത്രി എന്തുകൊണ്ട് സഭയിൽ വന്ന് മറുപടി പറയുന്നില്ല? സ്പീക്കർ ഓം ബിർളയുടെ ചേംബറിൽ വെച്ച് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജ്ജുവിനോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ അമിത് ഷായോട് നേരിട്ട് സഭയിൽ വന്ന് മറുപടി പറയാൻ പറയൂ എന്ന്. ഇവിടെയാണ് പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത്. അമിത് ഷാ എന്തുകൊണ്ട് സഭയിൽ നിന്ന് വിട്ടു നിൽക്കുന്നു? അമിത് ഷായ്ക്ക് പ്രതിപക്ഷത്തെ പേടിയായതുകൊണ്ടാണോ? ഒരിക്കലുമല്ല. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട കേസുകൾ ഉൾപ്പെടെ നേരിട്ട വളരെ കർക്കശമുള്ള നിലപാടുകൾ എടുക്കുന്ന അമിത് ഷായ്ക്ക് പ്രതിപക്ഷത്തെ പേടിയൊന്നുമില്ല. എന്നാൽ ഇവിടെ വലിയൊരു രാഷ്ട്രീയ കുരുക്കുണ്ട്. സഭയിലെത്തി ഈ ആക്രമണത്തെ ന്യായീകരിച്ചാൽ ആ അടിച്ചമർത്തലിന്റെയും അനീതിയുടെയും മുഴുവൻ ഉത്തരവാദിത്തവും അമിത് ഷായുടെ തലയിലാകും. ഇനി അതല്ല, താനിതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാലോ? സ്വന്തം വകുപ്പിൽ എന്ത് നടക്കുന്നു എന്നറിയാത്ത കഴിവുകെട്ട മന്ത്രിയെന്ന് ആളുകൾ അതിനെ വ്യാഖ്യാനിക്കും. അതായത് സഭയിലെത്തിയാൽ എന്തുത്തരം പറഞ്ഞാലും ആ ഉത്തരം BJPക്ക് തിരിച്ചടിയാകും. അതുകൊണ്ട് ഈ വിഷയം സഭയിൽ ചർച്ചയാകാതെ മെല്ലെ അണഞ്ഞു പോകാൻ വേണ്ടി അമിത് ഷാ തൽക്കാലം സഭയിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അതിനിടയിലാണ് അയോധ്യ രാമക്ഷേത്ര ട്രസ്റ്റിലെ അഴിമതി വിവാദം BJPക്ക് മറ്റൊരു തലവേദനയായി മാറിയിരിക്കുന്നത്. ട്രസ്റ്റ് സെക്രട്ടറി ചമ്പത് റായും കൂട്ടരും ഭക്തരുടെ സംഭാവന പണത്തിൽ വലിയ തിരിമറി നടത്തി എന്നത് പുറത്തു വന്നതോടെ BJPയുടെ പ്രധാന രാഷ്ട്രീയ സാമ്പത്തിക സുതാര്യത അവകാശവാദങ്ങളാണ് പൊളിഞ്ഞു വീണത്. ഇതിനൊക്കെ ഇടയിലാണ് വിദേശകാര്യമന്ത്രി S ജയശങ്കർ
അമിത്ഷായുമായി ദീർഘനേരം രഹസ്യ കൂടിക്കാഴ്ച നടത്തിയതും. എന്നാൽ ഇനിയാണ് നമ്മൾ ഈ നാടകങ്ങൾക്ക് പിന്നിലെ ഏറ്റവും വലിയ ട്വിസ്റ്റിലേക്ക് കടക്കുന്നത്. അമിത്ഷായുടെ ഈ അഭാവത്തിനും പുകമറകൾക്കും പിന്നിൽ നടക്കുന്ന യഥാർത്ഥ കളി ഇതൊന്നുമല്ല. അതാണ് മിഷൻ 360. എന്താണ് ഈ മിഷൻ 360? ഈ പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ 131ാമത് ഭരണഘടനാ ഭേദഗതി പരിഗണിക്കാനും പാസാക്കിയെടുക്കാനും BJP പദ്ധതിയിടുന്നുണ്ട്. അതായത് മണ്ഡല പുനർനിർണയത്തിന് മുൻപായി ലോക്സഭാംഗങ്ങളുടെ എണ്ണം കൂട്ടുക. 1971 സെൻസസ് പ്രകാരം 1976 42ാം ഭേദഗതിയിലൂടെ മരവിപ്പിച്ച് നിർത്തിയ 543 എന്ന ലോക്സഭാ സീറ്റുകളുടെ എണ്ണം ഒറ്റയടിക്ക് 850 ഉയർത്താനുള്ള നിർദ്ദേശമാണിത്. ഇത് നടപ്പിലായാൽ സംസ്ഥാനങ്ങളിലെ അവസ്ഥ എന്താകും എന്ന് നമുക്ക് പരിശോധിക്കാം. നിലവിലുള്ളതിന്റെ 50% സീറ്റുകൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ കേരളത്തിൽ 20 സീറ്റ് ഉള്ളത് 30 മാറും. ഉത്തർപ്രദേശിലെ 80 സീറ്റ് എന്നത് 120 ഉയരും. തമിഴ്നാട്ടിലെ 39 സീറ്റ് എന്നത് 60 മുകളിലാകും. കൂടുതൽ സ്ഥാനാർത്ഥികളെ മത്സരരംഗത്തിറക്കാൻ സാധിക്കുമെന്നതിനാൽ TMK, DMK പോലെയുള്ള പല പ്രാദേശിക കക്ഷികളും അറിയാതെ ഈ ഭേദഗതിക്ക് അനുകൂലമായി മനസ്സ് മാറിയേക്കാം. ഇതോടൊപ്പം 1/3 വനിതാ സംവരണം കൂടി 2029 യാഥാർത്ഥ്യമായാൽ അത് വലിയൊരു രാഷ്ട്രീയ നേട്ടമായി ഉയർത്തിക്കാട്ടാൻ BJPക്ക് സാധിക്കും. പക്ഷേ ഈ ഭരണഘടനാ ഭേദഗതി പാസ്സാകണമെങ്കിൽ ലോക്സഭയിൽ 2/3 ഭൂരിപക്ഷം വേണം. നിലവിൽ NDAക്ക് 293 MP-മാർ മാത്രമാണുള്ളത്. അപ്പോൾ ഈ 2/3 ഭൂരിപക്ഷം BJP എങ്ങനെ ഒപ്പിച്ചെടുക്കും? അവിടെയാണ് അമിത്ഷായുടെ രഹസ്യ ദൗത്യം. പ്രതിപക്ഷം അമിത്ഷായെ കാണാനില്ല എന്ന് ബഹളം വെക്കുമ്പോൾ മാറി നിൽക്കുന്ന ചെറിയ കക്ഷികളെയും തൃണമൂൽ കോൺഗ്രസ്, നാഷണലിസ്റ്റ് സിറ്റിസൺഷിപ്പ് പാർട്ടി തുടങ്ങിയ കക്ഷികളിലെ വിമത വിഭാഗങ്ങളെയും കൂടെ നിർത്താൻ അമിത്ഷാ അണിയറയിൽ കുരുക്കുകൾ നീക്കുകയാണ്. സഭ അവസാനിക്കുന്ന ഓഗസ്റ്റ് 13 മിന്നൽ വേഗത്തിൽ ഗില്ലറ്റിൻ ചെയ്ത് ഈ ഭേദഗതി വോട്ടെടുപ്പിന് പാസാക്കിയെടുക്കുമോ എന്ന് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് കോൺഗ്രസ് തങ്ങളുടെ 99 MP-മാർക്കും ഓഗസ്റ്റ് 11, 12, 13 തീയതികളിൽ നിർബന്ധമായും സഭയിൽ ഹാജരാകണമെന്ന് കാട്ടി കർശനമായ വിപ്പ് നൽകിയിരിക്കുന്നത്. മുന്നണിയിലെ മറ്റ് കക്ഷികളും വിപ്പ് നൽകി കഴിഞ്ഞു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ദക്ഷിണേന്ത്യയും വടക്കേ ഇന്ത്യയും തമ്മിലുള്ള ജനസംഖ്യ ആനുപാതിക സീറ്റ് വിടവ് മുതലാക്കി വടക്കേ ഇന്ത്യയിലെ കൂറ്റൻ സീറ്റ് വർധനവിലൂടെ 2029 ഭരണമുറപ്പിക്കാനാണ് BJP നീങ്ങുന്നത്. അമിത്ഷാ ഇനി സഭയിൽ വന്നാൽ തന്നെ മണിപ്പൂർ വിഷയത്തിൽ പ്രധാനമന്ത്രി ചെയ്തതുപോലെ എങ്ങും തൊടാത്ത ഒഴുക്കം മട്ടിലുള്ള ഒരു വരി പ്രസ്താവന നടത്തി തടിയൂരിയേക്കാം. പക്ഷേ നമ്മൾ കാണേണ്ടത് അമിത്ഷായുടെ വരായികയല്ല, ഇന്ത്യയുടെ രാഷ്ട്രീയ ചിത്രത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഈ വലിയ ഭരണഘടനാ ഭേദഗതികളെയാണ്. വരും ദിവസങ്ങളിൽ പാർലമെന്റിൽ എന്തൊക്കെ സംഭവിക്കും എന്ന് നമ്മൾ ജാഗ്രതയോടെ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു.